ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ഇംപ്രൂവ്മെന്റ് മാത്സ് ആണ്. എല്ലാവർക്കും റിസൾട്ടുകളെല്ലാം വന്നു എന്ന് ഞാൻ കരുതുന്നു. എല്ലാവരുടെയും മാർക്കൊക്കെ കണ്ട് ചിലർക്ക് ഭയങ്കര വിഷമവും സങ്കടമൊക്കെ ആയിട്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. മാർക്ക് കുറഞ്ഞു പോയതിൽ നിങ്ങൾ എന്താണ് വിഷമിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അതിന് പിന്നാലെ ആര് വരുന്നുണ്ട്? +1 ഇംപ്രൂവ്മെന്റ് പരീക്ഷ വരുന്നുണ്ട്. അപ്പോൾ ഇനിയും വീണ്ടും അടുത്തൊരു ചാൻസ് കൂടെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ്. എന്താണ്? +1 മാത്സിന്റെ മാർക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം കൂടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചതിന്റെ വിഷയമായിരിക്കാം. കറക്റ്റ് പ്രോപ്പറായിട്ട് പഠിക്കാത്തത് കൊണ്ടാകാം ഒരുപക്ഷെ മാർക്ക് കുറഞ്ഞു പോയത്. അല്ല എങ്കിൽ നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മാത്രം ഫോളോ ചെയ്തത് കൊണ്ടും ആകാം ആ ഒരു മാർക്ക് കുറയാനായിട്ടുള്ള കാരണം. നമ്മളിവിടെ എന്താണ് എടുക്കാൻ പോകുന്ന ക്ലാസ് എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, പിന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് വളരെയധികം നമ്മുടെ ഏറ്റവും വലിയ ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള പ്രോബ്ലംസ് ആണ്. അപ്പോൾ അതും കൂടെയൊക്കെ മാക്സിമം നമ്മൾ ഇൻക്ലൂഡ് ആക്കിയാണ് നമ്മൾ ഈ ക്ലാസ്സുകളെല്ലാം കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 60-ന് 60 മാർക്ക് കിട്ടണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ക്ലാസ്സുകളെല്ലാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അതാത് ദിവസങ്ങളിൽ ക്ലാസ്സുകൾ വരുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അത് നോട്ടായിട്ട് എഴുതിയെടുത്ത് വളരെ നല്ലൊരു ബുക്കായിട്ട് എന്ത് ചെയ്യുക, കീപ്പ് ചെയ്യുക. ഓക്കെ, ആ ഒരു നോട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്കൗട്ട് ചെയ്യണം. ഇപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം മാക്സിമം കിട്ടുന്ന അത്രയും നമ്മൾ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കാം, ഈ ഒരു ക്ലാസ്സുകൾ നമുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ആ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സെറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോകുന്നത്, ആദ്യമായിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ആദ്യം ഒരു സെറ്റിന്റെ ഒരു എക്സാമ്പിൾ എഴുതി നോക്കാം അല്ലേ. നമുക്കിപ്പോൾ സപ്പോസ് എ എന്ന് പറഞ്ഞ സെറ്റ് A=, ഞാൻ ഒരു സെറ്റിന്റെ നെയിം എഴുതുകയാണ്. A=1 2 3 ABC. അപ്പോൾ നമ്മുടെ ഒരു സെറ്റ് എഴുതുമ്പോൾ അതിന്റെ നെയിം എപ്പോഴും എന്തായിരിക്കണം, ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. നെയിം എപ്പോഴും എന്തായിരിക്കണം, നെയിം ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കണം. എ എപ്പോഴും A ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. ഇനി ഇതിനകത്ത് എഴുതുന്ന എലമെന്റ്സ്, നമ്മൾ ഇതിനകത്ത് എഴുതുന്ന കാര്യങ്ങൾ എലമെന്റ്സ് എന്ന് പറയും, മെമ്പർ എന്ന് പറയും, ഒബ്ജക്റ്റ് എന്ന് പറയും. അത് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എഴുതുന്ന ഈ എലമെന്റ്സ് എല്ലാം എന്തായിരിക്കണം, സ്മോൾ ലെറ്റർ ആയിരിക്കണം. സ്മോൾ ലെറ്റർ ആയിരിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം എന്താണ്, ഒന്നാമതായി പറഞ്ഞ കാര്യം നമ്മുടെ സെറ്റിന്റെ നെയിം എന്തിലായിരിക്കണം, ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. അതുപോലെ രണ്ടാമത് പറഞ്ഞ കാര്യം എന്താണ്, സെറ്റിനകത്ത് എഴുതുന്ന എലമെന്റ്സ് എപ്പോഴും എന്തായിരിക്കണം, സ്മോൾ ലെറ്റർ ആയിരിക്കണം. സ്മോൾ ലെറ്റർ ആയിരിക്കണം. ഇനി അടുത്ത പറയുന്ന കാര്യം കൂടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരിക്കലും സെറ്റിനകത്ത് എലമെന്റ്സ് എന്ത് ചെയ്യാൻ പാടില്ല, റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. സപ്പോസ് ഇതിനകത്ത് എ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്, വീണ്ടും ഇതിനകത്ത് എ എന്ത് ചെയ്യാൻ പാടില്ല, വീണ്ടും ഒരിക്കൽ കൂടെ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞോളൂ. സെറ്റിന്റെ നെയിം എപ്പോഴും എന്തായിരിക്കണം, ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. അകത്ത് എഴുതുന്ന എലമെന്റ്സ് എപ്പോഴും എന്തായിരിക്കണം മക്കളെ, സ്മോൾ ലെറ്റർ ആയിരിക്കണം. ഇനി ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, എലമെന്റ്സ് റിപ്പീറ്റ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആദ്യം പറഞ്ഞോളൂ. ഇനി നമുക്ക് അടുത്തായിട്ട് പറയാനായിട്ടുള്ളത് 2 ടൈപ്പ് സെറ്റ് ഉണ്ട്. ഓക്കെ, സെറ്റ് എത്ര ടൈപ്പ് ഉണ്ടോ, 2 ടൈപ്പ് സെറ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതിനെക്കുറിച്ച് അടുത്ത് ഡിസ്കസ് ചെയ്യാം. അവിടെ നോക്കി, ഇനി നമുക്ക് 2 ടൈപ്പ് സെറ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ. ആ 2 ടൈപ്പ് ഇതൊക്കെയാണ്. ഫസ്റ്റ് വൺ റോസ്റ്റർ അല്ലെങ്കിൽ ടാബുലാർ ഫോം. മക്കളെ പറയൂ, റോസ്റ്റർ അല്ലെങ്കിൽ ടാബുലാർ ഫോം. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ സെറ്റ് ബിൽഡർ ഫോം, അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു നെയിം മക്കളെ, റൂൾ മെത്തേഡ്. സെറ്റ് ബിൽഡർ ഫോം അല്ലെങ്കിൽ റൂൾ മെത്തേഡ്. അപ്പോൾ ഒന്നാമത്തെ റോസ്റ്റർ ഓർ ടാബുലാർ ഫോം. സെറ്റിനെ 2 രീതിയിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഒന്നാമത്തെ മെത്തേഡ് ഏതാണ്, റോസ്റ്റർ ഓർ ടാബുലാർ ഫോം. രണ്ടാമത്തെ മെത്തേഡ് സെറ്റ് ബിൽഡർ ഫോം അല്ലെങ്കിൽ റൂൾ മെത്തേഡ്. അപ്പോൾ ഈ 2 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണ്. ഇപ്പോൾ റോസ്റ്റർ ഓർ ടാബുലാർ ഫോം നോക്കിക്കോണേ. അതായത് ഒരു കേളി ബ്രാക്കറ്റിനകത്ത്, ഒരു പെയർ കേളി ബ്രാക്കറ്റിനകത്ത് എലമെന്റ്സിനെ കോമയിട്ട് എഴുതുന്ന രീതി നമ്മൾ പറയുന്ന പേരാണ് റോസ്റ്റർ ഫോം അല്ലെങ്കിൽ ടാബുലാർ ഫോം. നമുക്കിവിടെ കാണാൻ കഴിയും, നിങ്ങൾ നോക്കി, A= കണ്ടോ, എലമെന്റ്സ് A, E, I, O, U കണ്ടോ, AEIOU. അപ്പൊ ഇതിനെയാണ്. അപ്പോൾ സെറ്റിനകത്ത് എലമെന്റ്സിനെ കോമയിട്ട് എഴുതുന്ന മെത്തേഡിനെ പറയുന്ന പേരെന്താണ്ടാ, പറഞ്ഞു, റോസ്റ്റർ ഓർ ടാബുലാർ ഫോം. റോസ്റ്റർ ഓർ ടാബുലാർ ഫോം. ക്ലിയർ ആണോ? ഇനി വീണ്ടും അടുത്തത് സെറ്റ് ബിൽഡർ ഫോം അല്ലെങ്കിൽ റൂൾ മെത്തേഡ്. എപ്പോഴും സെറ്റ് ബിൽഡർ ഫോം എന്നേ ചോദിക്കാറുള്ളൂ, റൂൾ മെത്തേഡ് ചോദിക്കാറില്ല.
പക്ഷെ എന്താണ് നിങ്ങൾ പഠിച്ചു വെക്കുക, ഒരിക്കലും എന്താണ് ചോദിച്ച ഒരു ഓർമ്മയുണ്ട് എനിക്ക്. ഓക്കെ, അപ്പോഴെന്താണ് അടുത്ത് നമുക്ക് വേണ്ടത് സെറ്റ് ബിൽഡർ ഫോം അല്ലെങ്കിൽ റൂൾ മെത്തേഡ്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഡയറക്റ്റ് എ ഇ ഐ ഒ യു എന്ന് നമ്മൾ എഴുതില്ല. നമുക്കറിയാം എന്താണ് ഈ എ ഇ ഐ ഒ യു, എന്താണ്ടാ ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലെ എന്താണ് വവൽസ് ആണ് അല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യാം, അതിന് എന്താണ് ഇവിടെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതാൻ പറ്റും. എങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതുന്നത് നോക്കിക്കോണേ. ദ എ ഈക്വൽ ടു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും, അതിനുശേഷം എക്സ്, ഇത് കോളൻ, ഈ കോളൻ നമ്മൾ പറഞ്ഞ പേരാണ് സച്ച് ദാറ്റ്. എന്ത് പറയും, സച്ച് ദാറ്റ്, എക്സ് സച്ച് ദാറ്റ്. എന്താണ്ടാ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ വവൽ ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. എക്സ് എന്ന് പറയുന്നത് എന്താണ്, എക്സ് എന്ന് പറയുന്നത് എന്താണ് ഇവിടെ ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലെ വവൽസ് ആണ്. എന്ന് പറയുമ്പോൾ നമുക്ക് ഡയറക്റ്റ് അറിയാം എന്താണ് സാധനം, അത് എ ഇ ഐ ഒ യു ആണ്. പക്ഷെ ഇവിടെ ഡയറക്റ്റ് പറയുന്നുണ്ടോ, ഇല്ല. അത് നമ്മൾ എന്താണ് ഇവിടെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എന്താണ് എഴുതിയിട്ടുണ്ട്, എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ വവൽ ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. അപ്പൊ ഇത് രണ്ടുമാണ് രണ്ട് ഡിഫറെന്റ് കൈൻഡ് ഓഫ് എന്താണ് സെറ്റ്സിന്റെ റെപ്രസെന്റേഷൻ മെത്തേഡ്. രണ്ട് സെറ്റുകളെ എന്താണ് റെപ്രസെന്റ് ചെയ്യുന്ന രീതിയാണ്. ഒന്ന് ഏതാണ്ടാ റോസ്റ്റർ ഫോം അല്ലെങ്കിൽ ടാബുലർ ഫോം, രണ്ടാമത്തെ എന്താണ് സെറ്റ് ബിൽഡർ ഫോം അല്ലെങ്കിൽ എന്താണ്ടാ മക്കളെ റൂൾ മെത്തേഡ് എന്ന് പറയുന്നത്. എടാ അതുപോലെ നമ്മൾ അടുത്ത് പറയാനുള്ളതേ, ഇപ്പൊ നോക്കിയാണ് ഇവിടെ ബി ഉണ്ടോ, ബി എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന സെറ്റിനകത്തുള്ള ഒരു എലമെന്റ് ആണല്ലേ. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം, ബി ബിലോങ്സ് ടു എ. എന്താണ്ട ബി ബിലോങ്സ് ടു, നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്ട ബിലോങ്സ് ടു, അതൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട, ജസ്റ്റ് ഓർത്ത് വെച്ചിരിക്കുക. ബിലോങ്സ് ടു എന്താണ്, ബി ബിലോങ്സ് ടു എ എന്ന് പറഞ്ഞ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്, ബി എന്ന് പറയുന്ന എലമെന്റ് സെറ്റ് എയിലുള്ളതാണ്. എന്നാൽ ഇതിനകത്ത് ഡി ഉണ്ടോ, ഡി ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ കാണിക്കും, ഡി നോട്ട് ബിലോങ്സ് ടു സെറ്റ് എ. എന്താണ് ഡി എന്ന് പറയുന്ന എലമെന്റ് എയിലെ എലമെന്റ് അല്ല. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെച്ചിരിക്കണം കേട്ടോ അതൊന്ന്. ഇനി നമുക്ക് അടുത്ത വേണ്ട കാര്യമാണ് എം ഡി സെറ്റ്. എന്താണ് എം ഡി സെറ്റ്, വാട്ട് യു മീൻ ബൈ എം ഡി സെറ്റ്? എം ഡി സെറ്റ് എന്താണ് എം ഡി സെറ്റ്? ഒരു സെറ്റിനകത്ത് എന്താണ് എലമെന്റ്സ് ഒന്നും ഇല്ല എങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് എന്ത്, എം ഡി സെറ്റ്. എന്താണ് ഒരു സെറ്റിനകത്ത് എലമെന്റ്സ് ഒന്നുമില്ല, ഒരു എലമെന്റും എന്താണ് ആ സെറ്റിനകത്ത് ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, അതിനെന്തെന്ന് പറയാം, എം ഡി സെറ്റ് അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേര് നൾ സെറ്റ്. എന്താണ്ടാ നൾ സെറ്റ് അല്ലെങ്കിൽ വോയിഡ് സെറ്റ്, ഇങ്ങനെ ഇത്രയും പറയാം. എന്താണ് എം ഡി സെറ്റ് അല്ലെങ്കിൽ നൾ സെറ്റ് അല്ലെങ്കിൽ വോയിഡ് സെറ്റ് എന്ന് പറയാം. എക്സാമ്പിൾ എന്താണ്ടാ, എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ബിറ്റ്വീൻ 1 and 2 എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം, എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ, എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ബിറ്റ്വീൻ 1 and 2. 1നും 2നും ഇടയിലുള്ള നാച്ചുറൽ നമ്പർ, വല്ല നാച്ചുറൽ നമ്പർ എടുക്കാൻ പറ്റുമോ നമുക്ക്? 1 ഒരു നാച്ചുറൽ നമ്പർ ആണ്, 2 ഒരു നാച്ചുറൽ നമ്പർ ആണ്. അതിനിടയിൽ ഏതെങ്കിലും നാച്ചുറൽ നമ്പർ ഉണ്ടോ അവിടെ? ഇല്ല. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, എം ഡി സെറ്റ് എന്ന് പറയുക അല്ലേ. അപ്പൊ ഇതിനെ എങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക? എം ഡി സെറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ ഈ സിമ്പിൾ പറഞ്ഞ പേരാണ് ഫൈ. ഏതാണ്ട് മക്കളെ ഫൈ. ഒന്നല്ലെങ്കിൽ ഈ സിമ്പിളാണ് ഫൈ. അല്ല എങ്കിൽ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, അങ്ങ് ക്ലോസ് ചെയ്യും. അപ്പൊ ഈ രണ്ട് മെത്തേഡിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന എം ഡി സെറ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇനി വീണ്ടും ചിലവരെന്താണ് ഇതിനകത്ത് ഇതെന്താണ് നൾ സെറ്റ് എന്താണ് ഇതാണല്ലോ, ഇതിനകത്ത് വീണ്ടും ഇങ്ങനെ ഇട്ട് വയ്ക്കും. ഇങ്ങനെ ഇട്ട് വെച്ചാൽ ആളെന്താണ്, ആള് മാറി. ഇതെന്തായി, ഇത് സിംഗിൾട്ടൺ സെറ്റ്. എന്താണ് ഈ സിംഗിൾട്ടൺ സെറ്റ്? ഒരു സെറ്റിനകത്ത് ഒരു എലമെന്റ് മാത്രമേ ഉള്ളൂ എങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് എന്ത്, സിംഗിൾട്ടൺ സെറ്റ്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അതിനെ റെപ്രസെന്റ് ചെയ്ത മെത്തേഡാണ് ഇത് കേട്ടോ. അപ്പൊ ഇങ്ങനെയൊന്നും നിങ്ങൾ എന്താണ് വരച്ചു വെക്കരുത്. ഒന്നല്ലെങ്കിൽ എന്താണ് ഈ ഒരു സിമ്പിൾ, അല്ലെങ്കിൽ എന്താണ്ട ഈ ഒരു സിമ്പിൾ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, എം ഡി സെറ്റിനെ എന്ത് ചെയ്യുക, ഡിനോട്ട് ചെയ്യുക. ഇനി നമുക്ക് അടുത്തായിട്ട് പറയാനുള്ള ഫൈനൈറ്റ് സെറ്റും ഇൻഫൈനൈറ്റ് സെറ്റും. എന്താണ് ഈ ഫൈനൈറ്റ് സെറ്റ്? വാട്ട് ടു മീൻ ബൈ ഫൈനൈറ്റ് സെറ്റ്? ഫൈനൈറ്റ് സെറ്റ് എന്താണ് നമ്മളെ ഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ, എലമെന്റ്സ് കൗണ്ടബിൾ ആണെങ്കിൽ, എലമെന്റ്സ് എന്താണ് എലമെന്റ്സ് കൗണ്ടബിൾ ആണെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം, ഫൈനൈറ്റ് സെറ്റ്. ഇപ്പൊ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, എ ഈക്വൽ ടു നമുക്ക് എടുക്കാം എ ഇ ഐ ഒ യു തന്നെ എടുക്കാം. ഇതിനകത്തുള്ള എലമെന്റ്സിന്റെ എണ്ണം എത്രയാണ്, 5 ആണല്ലേ. അത് കൗണ്ടബിൾ ആണ്. സോ കൗണ്ടബിൾ ആണെങ്കിൽ അതെന്താണ്ടാ, ഫൈനൈറ്റ് സെറ്റ് ആണ്. അൺകൗണ്ടബിൾ ആണെങ്കിൽ എന്താണ്, അത് ഇൻഫൈനൈറ്റ് സെറ്റ് ആണ്. ഇപ്പോൾ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പർ എവിടെ തീരുമെന്ന് നമുക്ക് അറിയാൻ പറ്റുമോ? എവിടെ അവസാനിക്കും, എവിടെ എൻഡ് ആവുമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല.
അപ്പൊ അങ്ങനെ അവസാനിക്കാത്ത എന്താണ് സെറ്റുകൾ നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്? ഇൻഫൈനൈറ്റ് സെറ്റ്. എന്താണ്ട? ഇൻഫൈനൈറ്റ് സെറ്റ്. അപ്പോൾ എന്താണ് ഫൈനൈറ്റ് സെറ്റ്? എലമെന്റ്സ് കൗണ്ടബിൾ ആണെങ്കിൽ ഫൈനൈറ്റ് സെറ്റും എലമെന്റ്സ് അൺകൗണ്ടബിൾ ആണെങ്കിൽ എന്താണ് മക്കളെ? അത് ഇൻഫൈനൈറ്റ് സെറ്റുമാണ്. ക്ലിയർ? ഇതൊക്കെ ജസ്റ്റ് പറഞ്ഞു പോകേണ്ട കാര്യങ്ങളെ മാത്രമേ ഉള്ളൂ. ജസ്റ്റ് നിങ്ങളെ ഓർമ്മയിൽ മാത്രം വരിക. ഓക്കെ, ജസ്റ്റ് വേണമെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് എഴുതി വെച്ചേക്കുക. അടുത്ത നമുക്ക് എന്താണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ഒരു 1-2 ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ആദ്യം നമുക്ക് എന്താണ് 2 ടൈപ്പ് സെറ്റ് ഞാൻ പറഞ്ഞില്ലേ? ഇതാ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. റൈറ്റ് ദി ഫോളോയിങ് സെറ്റ് ഇൻ ദി സെറ്റ് ബിൽഡർ ഫോം. നമുക്ക് എന്തിൽ എഴുതണം? നമുക്ക് അതിന് എന്ത് ചെയ്യണം? സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതണം. എന്തിൽ എഴുതണം? സെറ്റ് ബിൽഡർ ഫോം. ഇത് നോക്കിക്കോണേ. ഇവിടുത്തെ ഫസ്റ്റ് എലമെന്റ് ഇവിടെ നോക്കിക്കോ ഏതൊക്കെയാണെന്ന്. ഫസ്റ്റ് ഏതാണ്? 3, 6, 9, 12 ആണ്. ഏതാണ്ട് 3, 6, 9, 12. 3, 6, 9, 12. ഇത് കാണുമ്പോഴേ അറിയാം എന്താണ് ഈ 3, 6, 9, 12ന്റെ പ്രത്യേകത എന്താണ്? ആരുടെ മൾട്ടിപ്പിൾ ആണ്? 3യുടെ മൾട്ടിപ്പിൾ ആണ് അല്ലേ? 3 × 1 എത്രയാണ്? 3. അതുപോലെ 3 × 2 എന്താണ് ആൻസർ? 6. 3 × 3 എന്താണ്? 9. 3 × 4 എന്താണ് മക്കളെ? 12. ഇത്രയേ ഉള്ളൂ. അതായത് 3 മുതൽ 12 വരെ ഉള്ളൂ. അപ്പൊ നമുക്കിതിന് എന്തിലോട്ടാണ് എഴുതേണ്ടത്? സെറ്റ് ബിൽഡർ ഫോമിലേക്കാണ് നമുക്കിതിന് എന്ത് ചെയ്യേണ്ടത്? എഴുതേണ്ടത്. നമുക്കൊരു നെയിം ഒക്കെ കൊടുക്കാം ചുമ്മാ. A = ഇപ്പൊ A = നമ്മൾ എന്തായിരിക്കും ആൻസർ? X such that. സെറ്റ് ബിൽഡർ ഫോം ആണ്. അപ്പൊ അതിന്റെ ഒരു സ്ട്രക്ചർ ഇങ്ങനെ തന്നെയാണ്. X such that X = ഇത് 3യുടെ മൾട്ടിപ്പിൾ അല്ലേ? അതുകൊണ്ട് നമുക്ക് അതിന് എങ്ങനെ എഴുതാം? 3x. എങ്ങനെ എഴുതാം? X = 3x. എങ്ങനെ എഴുതാം മക്കളെ? X = 3x എന്ന് എഴുതാം. ഇനി എക്സിന് നമ്മൾ ഏതൊക്കെ വാല്യൂ കൊടുക്കുന്നത്? ഇവിടെ എക്സിന് നമ്മൾ 1 കൊടുക്കും, 2 കൊടുക്കും, 3 കൊടുക്കും, 4 കൊടുക്കും അല്ലേ? അതുകൊണ്ട് എക്സിന് കൊടുക്കുന്ന വാല്യൂ 1 മുതൽ ഏതാണ് 4 വരെ നമ്മൾ കൊടുത്താൽ മതി അല്ലേ? അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ എഴുതും. x1 < x < 4 എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? എക്സിന്റെ വാല്യൂ 1ഉം 1നേക്കാൾ വലുതും 4ഉം 4നേക്കാൾ ചെറുതും എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ എക്സിനോട് ഏതൊക്കെ വാല്യൂ വരാം? 1ഉം 1നേക്കാൾ വലുതും. അപ്പൊ 1, 2, 3 അങ്ങനെ പോകുമല്ലേ? 4ഉം 4നേക്കാൾ ചെറുത് എന്ന് പറയുമ്പോൾ എന്താണ്? 4, 3, 2 അങ്ങനെ വരും അല്ലേ? ഇനി പറയണം എന്ത് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പർ ആണ്. അപ്പൊ എക്സ് ബിലോങ്സ് ടു എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ അർത്ഥം എന്താണ്? എക്സ് ഒരു നാച്ചുറൽ നമ്പർ ആണ്. എക്സ് എന്താണ് മക്കളെ? ഒരു നാച്ചുറൽ നമ്പർ. ആ നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1ഉം 4ഉം പിന്നെ അതിനിടയിൽ വരുന്ന വാല്യൂസും ആണ് അല്ലേ? അപ്പൊ ആരൊക്കെയാണ്? 1, 2, 3, 4 ആണ്. അപ്പൊ എക്സിന് നമ്മൾ ആദ്യം 1 കൊടുക്കുമ്പോൾ 3 × 1 എത്ര കിട്ടും നമുക്ക് ആൻസർ? 3. എക്സിന് 2 കൊടുക്കുമ്പോൾ 3 × 2 എന്ത് കിട്ടും? 3 × 2 6. 3 കൊടുക്കുമ്പോൾ 3 × 3 എന്താണ്? 9. അടുത്ത 4 കൊടുക്കുമ്പോൾ 3 × 4 എത്രയാണ്? 12 ആണ്. ഇത്രയേ ഉള്ളൂ. വളരെ ഈസിയാണ്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ കൊടുത്തു നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ 2, 4, 8, 16, 32. എന്താണ് അതിന്റെ ഒരു കൺസെപ്റ്റ് എന്താണ്? A = 2, 4, 8, 16, 32. എന്താണ് ഈ ഒരു സാധനം? 2വിന്റെ പവർ ആണ്. അതായത് 2⁻1 2, 2വിന്റെ സ്ക്വയർ 4, 2⁻3 8, 2⁻4 16, 2⁻5 എത്രയാണ് ആൻസർ മക്കളെ? 32 ആണല്ലോ. ഇതാണ് ആ ഒരു പാറ്റേൺ. നമുക്കപ്പോൾ ഇതിനെ എങ്ങനെ എന്താണ് സെറ്റ് ബിൽഡർ ഫോമിൽ എങ്ങനെ എഴുതാം? എന്താ നോക്കിക്കോ. X such that X = നമ്മൾ നോക്കിയേ. താഴെയുള്ള 2വിന് ചേഞ്ച് ഒന്നുമില്ല. ഉണ്ടാടേ? ഇല്ല. മുകളിൽ വരുന്ന നമ്പറിനല്ലേ ചേഞ്ച് ഉള്ളത്? ആണോ അല്ലേ? ആണ്. അപ്പൊ എന്താണ് നമ്മൾ എങ്ങനെ എഴുതും? X such that X = 2⁻x. അങ്ങനെ എഴുതോടാ? 2⁻x. ഇനി നമ്മൾ എക്സിന് എന്തൊക്കെ വാല്യൂ ആണ് കൊടുക്കുന്നത്? എക്സിന് കൊടുക്കുന്ന വാല്യൂ ഇവിടെ ആരൊക്കെയാണ്? എക്സിന് കൊടുക്കുന്ന വാല്യൂ 1, 2, 3, 4, 5. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? 1 < ≤ x < 5 എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ 1ഉം 1നേക്കാൾ വലുതും 5ഉം 5നേക്കാൾ ചെറുതും. ഇനി പറഞ്ഞു എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നാച്ചുറൽ നമ്പർ അല്ലേ? അപ്പൊ എക്സ് ബിലോങ്സ് ടു എൻ. സംഭവം അവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ഏതാണ്ടാ? ഇതുപോലെ തന്നെയാണ് 5 ഏതാണ്ടാ? ഇതൊക്കെയാണ് പറഞ്ഞു. B = കൊടുക്കുക അല്ലേ? B = 5, 25, 125, 625. നമ്മൾ എങ്ങനെ എഴുതും? എങ്ങനെ ഇതിനെ ചേഞ്ച് ചെയ്യും? 5⁻1 എത്രയാണ്ട മക്കളെ? 5. അടുത്ത് 5² എന്ന് പറഞ്ഞാൽ എത്രയാണ്? 25. 5⁻3 എത്രയാണ്? 125. അടുത്ത 5⁻4 എന്താണ് ആൻസർ? 625. നമ്മൾ എങ്ങനെ എഴുതും? നിങ്ങൾ തന്നെ പറഞ്ഞോ. എങ്ങനെ എഴുതും?
എക്സ് സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു നേരത്തെ പറഞ്ഞ പോലെ താഴെയുള്ള 5-നൊന്നും എന്താണ് ഒരു ചേഞ്ചും ഇല്ല. 5 ഒക്കെ അതുപോലെ തന്നെ ഉണ്ട്. മുകളിലുള്ള പവറിന് മാത്രമാണ് എന്ത് വരുന്നത്, ഇവിടെ ചേഞ്ച് വരുന്നത് അല്ലേ. അപ്പം നമ്മൾ ബേസ് ആയിട്ട് തന്നെ എഴുതും. അതായത് 5 എന്ത് തന്നെയാണ്, 5 തന്നെയാണ്. 5 റൈസ് ടു എന്താണ്, വേണമെങ്കിൽ എന്താണ് എക്സ് എന്ന് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് എന്താണ് എൻ എന്ന് വേണമെങ്കിലും എഴുതാം കേട്ടോ. എൻ ഓക്കെ. ഇവിടെ മുകളിൽ എഴുതിയാൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടേ. അവിടെ എക്സ് എന്ന് കൊടുക്കല്ലേ, പകരം എൻ എന്നാണ് കൊടുക്കേണ്ടത്. എൻ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയതാണ്. അവിടെ എൻ ആണ്, എൻ കേട്ടോ. എൻ ആണ് കേട്ടോ. എൻ ഓക്കെ. അതായത് 2 റൈസ് ടു എന്നാണ് കൊടുക്കേണ്ടത്. 2 റൈസ് ടു എൻ എന്നാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഇനി എന്താണ് എന്നിന്റെ വാല്യൂ ആണ് എന്ത്, 1-നും 5-നും ഇടയിലാണല്ലേ. 1-ഉം 5-ഉം അതിനിടയിലുമാണ്. അതുപോലെ എൻ എന്ന് പറയുന്നത് എന്താണ്, സ്മോൾ ലെറ്റർ എൻ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പർ എന്ന് കാണിക്കാനാണ് എൻ ബിലോങ്സ് ടു ക്യാപിറ്റൽ ലെറ്റർ എൻ എന്ന് കൊടുക്കുന്നത്. ഓക്കെ. ഇവിടെ എന്താണ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു 5 റൈസ് ടു എൻ. എന്താണ് 5 റൈസ് ടു എൻ ആണ്. നമ്മൾ എന്നിന് കൊടുക്കുന്ന വാല്യൂ ഏതാണ്, 1 മുതൽ ഇവിടെ ഏതാണ് 1 മുതൽ 4 വരെയാണ് അല്ലേ. 1 to 4 ആണ് അല്ലേ. 1 to 4 ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും, 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താണ് 4 കോമ ഇനി എന്താണ് എൻ ബിലോങ്സ് ടു എന്താണ് എൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എൻ എന്ന് പറഞ്ഞാൽ അത് നാച്ചുറൽ നമ്പർ ആണ്. ക്ലിയർ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കടാ. 2, 4, 6 എക്സെട്ര. നിങ്ങൾ തന്നെ പറയും, നിങ്ങൾക്ക് തന്നെ മനസ്സിൽ വരുന്നുണ്ടായിരിക്കും ഇപ്പോൾ എന്തായിരിക്കുമെന്ന്. 2, 4, 6 എക്സെട്ര. ഒറ്റയടിക്ക് പറയാൻ പറ്റും എന്താണ്, ഇതൊരു ഈവൺ നമ്പറാണ്. ഒറ്റയടിക്ക് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു ഈവൺ നമ്പറാണ്. പക്ഷെ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് തിങ്ക് ചെയ്യുന്നവർ എന്ത് പറയും, ഈ സാധനം 2-ന്റെ മൾട്ടിപ്പിൾ ആണ്. എന്താണ്ട് 2-ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പം നമുക്ക് അതാണ് വേണ്ടത്. അപ്പം സി ഈക്വൽ നമ്മൾ എങ്ങനെ എഴുതും, എക്സ് സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു 2n. 2-ന്റെ മൾട്ടിപ്പിൾ അല്ലേ. അപ്പം എന്താണ് 2n. ഇത് എവിടെയെങ്കിലും എൻഡ് ചെയ്യുന്നുണ്ടോ, ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെ എഴുതും, എൻ ബിലോങ്സ് ടു ക്യാപിറ്റൽ ലെറ്റർ എൻ എന്ന് കൊടുക്കും. അതായത് എന്നിന്റെ വാല്യൂ എന്താണ്, നാച്ചുറൽ നമ്പർ ആണ്. എവിടെ തുടങ്ങി എവിടെ അവസാനിക്കും, 1-ൽ തുടങ്ങി അങ്ങ് വെക്കൊണ്ടേ ഇരിക്കും. ഓക്കെ. സോ നമ്മൾ എന്താണ് ഇങ്ങനെ എഴുതും, എക്സ് സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു 2n കോമ എൻ എന്ന് പറയുന്നത് എന്താണ്, എൻ എന്ന് പറയുന്നത് എന്താണ് മക്കളെ, നാച്ചുറൽ നമ്പറാണ്. 2n എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു അല്ലേ. ഈവൺ നമ്പറിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മെത്തേഡ് ഏതാണ്, 2n. ഏതാണ് 2n. അപ്പോൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു 2n കോമ എൻ ബിലോങ്സ് ടു ക്യാപിറ്റൽ ലെറ്റർ എൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് മക്കളെ, 149 അല്ലേ. ഡി എന്ന് കൊടുക്കുക അല്ലേ. ഡി ഈക്വൽ ടു 149 എക്സെട്ര അപ് ടു 100. ഒരല്പം കൺഫ്യൂഷൻ്റെതായിട്ടേ വരാനൊരു ചാൻസ് ഉള്ളൂ. ഇത് അത്രമാത്രം ഈസിയാണിത്. ഇതെന്താണ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം എന്താണ് സംഭവം, പറഞ്ഞേ. 1 സ്ക്വയർ. 1 സ്ക്വയർ എന്താണ് മക്കളെ ആൻസർ 1. അടുത്തത് 2-ന്റെ സ്ക്വയർ എത്രയാണ് 4. 3-യുടെ സ്ക്വയർ എത്രയാണ് 9. അങ്ങനെ പോയി ലാസ്റ്റ് ഏതുവരെ പോകുന്നു, 10-ന്റെ സ്ക്വയർ വരെ പോകുന്നു. ഏതുവരെ പോകുന്നു, 10 സ്ക്വയർ വരെ പോകുന്നു. അത്രയേ ഉള്ളൂ. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആർക്കാണ് ചേഞ്ച് വരിക, താഴെയുള്ള ആൾക്കാർക്കാണ് ചേഞ്ച്. പക്ഷെ മുകളിലെ പവറിന് ചേഞ്ച് ഉണ്ടായില്ല. പവർ എപ്പോഴും എത്ര തന്നെയാണ്, ഇവിടെ 2 തന്നെയാണ് അല്ലേ. കാണുന്നുണ്ടോ നിങ്ങൾ, ഇവിടെ ബേസിനാണ് എന്താണ് ചേഞ്ച് ഉള്ളത്. അപ്പം നമ്മൾ എങ്ങനെ എഴുതും ഇതിനെ, ഡി ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു താഴെയുള്ള എന്താണ് 1, 2, 3 ചേഞ്ച്. അപ്പം നമുക്ക് അതിനെ എങ്ങനെ എഴുതാം, എൻ സ്ക്വയർ. ഏതാണ്ട എൻ സ്ക്വയർ. താഴത്തെ വാല്യൂസ് എവിടെയാണ്, 1, 2, 3 തുടങ്ങി ഏതൊരു അവസാനിക്കുന്നു, 10-ൽ വന്ന് അവസാനിക്കുകയാണ് അല്ലേ. അപ്പം നമ്മൾ എങ്ങനെ എഴുതും, 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 കോമ n എന്ന് പറഞ്ഞാൽ എന്താണ്, n എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ, നാച്ചുറൽ നമ്പർ. അപ്പം ഈ മെത്തഡിലാണ് നമ്മൾ എന്ത് എഴുതുക, ഈ പറയുന്ന നമ്മുടെ എന്താണ് റോസ്റ്റർ ഫോമിനെ നമുക്ക് എന്താണ് സെറ്റ് ബിൽഡർ ഫോമിലേക്ക് എന്താണ് എഴുതാൻ പറ്റുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് രീതി എന്ന് പറയുന്നത്. ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഇത് എന്തായിക്കോളും, തലയിലോട്ട് വന്നോളൂ. നിങ്ങൾ കിടന്ന് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് 1-2 പ്രാവശ്യമൊക്കെ ചെയ്ത് പഠിക്കുമ്പോൾ എന്താണ് ഓട്ടോമാറ്റിക്കലി ഇതെന്ത് ചെയ്യും, നിങ്ങളുടെ ബ്രെയിനിലെ ഉള്ളിലേക്ക് വരും കേട്ടോ, പേടിക്കണ്ട. ഇനി നമുക്ക് അടുത്ത പാർട്ട് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. അടുത്ത പാർട്ട് ക്വസ്റ്റ്യൻ നമുക്ക് എന്താണ് ഇവിടെ എന്ത് തന്നിട്ടുണ്ട്, സെറ്റ് ബിൽഡർ ഫോമാണ് ക്വസ്റ്റ്യൻ. നമുക്ക് അതിന് എന്തിലോട്ട് ചേഞ്ച് ചെയ്യണം, സെറ്റ് ബിൽഡർ ഫോമിനെ നമുക്ക് എന്ത് ചെയ്യണം, റോസ്റ്റർ ഫോം. എന്താണ് റോസ്റ്റർ ഫോം, എലമെന്റ്സിനെ കോമ ഇട്ട് എഴുതുന്ന മെത്തേഡാണ് അല്ലേ. അപ്പം ആ ഒരു മെത്തഡിലേക്ക് നമുക്ക് അതിനെ എന്ത് ചെയ്യണം, കൊണ്ടുപോകണം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ലിസ്റ്റ് ഓൾ ദി എലമെന്റ്സ് ഓഫ് ദി ഫോളോയിങ് സെറ്റ് അല്ലേ. നമുക്ക് എന്താണ് തന്നിട്ടുള്ള എല്ലാം എന്താണ് സെറ്റ് ബിൽഡർ ഫോമിലാണ് തന്നിട്ടുള്ളത്. നമുക്കതിനെ എന്തിലോട്ടാക്കണം, നമുക്കതിനെ റോസ്റ്റർ ഫോമിലേക്ക് ആക്കണം. നമുക്ക് റോസ്റ്റർ ഫോമിലേക്ക് ആക്കാം. ഫസ്റ്റ് ആരാണ്,
എ ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഓഡ് നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോൾ അത് ആര് തന്നെ, അത് ഓഡ് നമ്പർ തന്നെ. ഓഡ് നമ്പർ സ്റ്റാർട്ടിങ് ഫ്രം 1, 3, 5, 7, 9 എക്സെട്ര. അങ്ങനെ എഴുതാനല്ലേ പറ്റുള്ളൂ. എവിടെയെങ്കിലും അവസാനിക്കുമോ? അതില്ല. അപ്പോൾ എന്താണ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ആൻ ഓഡ് നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഏതാണ്ടാ മക്കളെ? 1, 3, 5, 7, 9 എക്സെട്ര. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് നോക്കിക്കേ. എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ആൻ ഇൻഡിജർ -1/2 -1/2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 9/2. എടാ ഈ -1/2 എന്ന് പറഞ്ഞാൽ 1/2 എന്ന് പറഞ്ഞാൽ ആൻസർ എന്താണ്? -0.5 ആണ്. ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 9/2 എന്ന് പറഞ്ഞാൽ എത്ര? 9/2 എന്ന് പറഞ്ഞാൽ 4.5 ആണ്. അതാണ് മക്കളെ 4.5 ആണ്. നമ്മൾ നമ്പർ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കോണേ, നമ്പർ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ നടുക്ക് 0, അതേപോലെ 1, 2, 3, 4, 5. ലെഫ്റ്റിലേക്കാണെങ്കിലോ -1, -2 അങ്ങനെ പോകും അല്ലേ. നമ്മുടെ ഇവിടുത്തെ ഫസ്റ്റ് വാല്യൂ -0.5. -0.5 എന്ന് പറയുമ്പോൾ ആർക്കും ഇടയിലാണ്? 0ക്കും -1 ഇടയിലാണ് ആര് വരിക? -0.5 വരിക. ആർക്കും ഇടയിലാണ്ട മക്കളെ? 0ക്കും -1നും ഇടയ്ക്കാണ് ആര് വരിക? -0.5 വരിക. അടുത്ത 4.5 എന്ന് പറഞ്ഞാൽ ആരാണ്? 4നും 5നും ഇടയിലായിട്ട് വരുന്ന വാല്യൂ ആണ് ആര്? 4.5. എടാ -0.5നേക്കാൾ വലുതുമാണ്, 4.5നേക്കാൾ ചെറുതുമാണ് ആര്? നമ്മുടെ എക്സ് എന്ന് പറയുന്ന വാല്യൂ. അപ്പൊ അവിടെ പ്രത്യേകം നിങ്ങൾ നോക്കി, എക്സ് എന്താണ്? എക്സ് എന്ന് പറഞ്ഞാൽ ഇൻഡിജർ ആണ്. ഏതാണ്ടാ? ഇൻഡിജർ. എന്താണ്ടാ മക്കളെ ഇൻഡിജർ? നടുക്ക് 0. റൈറ്റിലേക്ക് പോകും തോറും 1, 2, 3, 4 എക്സെട്ര. ലെഫ്റ്റിലേക്ക് വരും തോറും -1, -2, -3 എക്സെട്ര. അതിനാണ് നമ്മൾ എന്ത് പറയുക? ഇൻഡിജർ. ഇവിടെ ഇൻഡിജർ നമ്പർ ആരൊക്കെയാണ്? ഈ -0.5നും 4.5നും ഇടയിൽ വരുന്ന ഇൻഡിജർ ആരൊക്കെയാണ്? ഒന്ന് 0, അടുത്തത് 1, 2, 3, 4. അപ്പൊ ആൻസർ ഏതൊക്കെയാണ്? അതിന്റെ ആൻസർ ഏതാണ്? ബിയുടെ ആൻസർ ഏതാണ്ട്? ബിയുടെ ആൻസർ 0, 1, 2, 3, 4. അപ്പോഴോ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ആൻ ഇൻഡിജർ. എക്സ് എന്ന് പറയുന്നത് എന്താണ്ടാ മക്കളെ? എക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിജർ ആണ്. എക്സ് എന്ന് പറയുന്നത് ഒരു ഇൻഡിജർ ആണ്. ആർക്കും ഇടയിലുള്ളതാണ്? -1/2നും അതുപോലെ എന്താണ്ടാ 9/2നും ഇടയ്ക്ക് വരുന്ന ഇൻഡിജർ ആരൊക്കെയാണ്? 0, 1, 2, 3, 4. ക്ലിയർ ആണോ? അടുത്ത് നോക്കിക്കേ. വീണ്ടും എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇൻഡിജർ എക്സ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. അതിലെന്താണ്ടാ? എക്സ് നമ്മൾ ഫസ്റ്റ് കാണുമ്പോൾ അറിയാം എക്സ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? എക്സ് സ്ക്വയറിന്റെ വാല്യൂ 4 4നേക്കാൾ ചെറുതോ ആയിരിക്കണം. അതാണ് എൻ്റെ മീനിങ്. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് കുറച്ച് നമ്പേഴ്സ് ഒക്കെ ഓർമ്മ വരും. 2ന്റെ സ്ക്വയർ അല്ലേ? 2ന്റെ സ്ക്വയർ എത്രയാണ്? 4. 4ന് തുല്യമല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ ആരെ എഴുതാം? 2 എഴുതാം. 2ന്റെ സ്ക്വയർ എത്രയാണ് മക്കളെ? ആൻസർ 4 ആണ്. ശരിയാണ്. ഇനി 1 എടുത്ത് നോക്കിയാൽ നിങ്ങൾ 1ന്റെ സ്ക്വയർ എത്രയാണ്? 1 അല്ലേ? അത് 4നേക്കാൾ ചെറുതല്ലേ? 1ന്റെ സ്ക്വയർ 1 ആണ്, അത് 4നേക്കാൾ ചെറുതല്ലേ? അപ്പൊ എന്താണ്? എക്സിന്റെ വാല്യൂ ആര് വരാം? 1 വരാം. എക്സ് ഇൻഡിജർ എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ആരെ കൂടെ കൊടുത്തു നോക്കാം? 0 കൂടെ ഒന്ന് കൊടുത്തു നോക്കാം. 0യുടെ സ്കോർ എന്താണ് ആൻസർ? അത് 0 ആണ്, അത് 4നേക്കാൾ ചെറുതല്ലേ? അപ്പൊ എക്സിന്റെ വാല്യൂ ആര് വരാം? 0 വരാം. ഇത്രയും എന്താണ് നമുക്ക് എഴുതാൻ പറ്റും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇൻഡിജർ ആണ്. ഇൻഡിജർ ആകുമ്പോൾ ഇനി എന്താണ് ഇതിന്റെ നെഗറ്റീവ് സൈഡിലേക്ക് കൂടെ നമുക്ക് പോയി നോക്കാം. -1ന്റെ സ്ക്വയർ എടുത്തേ. -1ന്റെ സ്ക്വയർ -1ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആൻസർ എന്താണ്? 1 അല്ലേ? -1 × -1 ആൻസർ എത്രയാണ്? 1 ആണ്. സോ -1 എന്ത് ചെയ്യാം? ഇവിടെ ആൻസർ ആയിട്ട് വരാം -1. അതുപോലെ നമ്മൾ -2ന്റെ സ്ക്വയർ നോക്കി, അതെന്താണ് ആൻസർ? 4 അല്ലേ? -2ന്റെ സ്ക്വയർ എത്രയാണ് മക്കളെ? 4 ആണ്. സോ ഇവിടെ -2 വന്നൂടെ? കാരണം -2 എന്ന് പറയുന്നത് എന്താണ്? -2ന്റെ സ്ക്വയർ 4 ആണ്. -2 × -2 എന്താണ് ആൻസർ? 4 ആണ്. 4 എന്ന് പറയുന്നത് 4ഉം 4നേക്കാൾ ചെറുതുമല്ലേ? അല്ലെങ്കിൽ 4ന് തുല്യമല്ലേ? ആണല്ലോ. ഇവിടെ ഏതൊക്കെ വാല്യൂസ് വരാം? -2, -1, 0, 1, 2. -2ന്റെ സ്ക്വയർ 4 ആണ്, അത് 4ന് 4 ഈക്വൽ ആണ് അല്ലേ? -1ന്റെ സ്ക്വയർ 1 ആണ്, 1 എന്താണ്? 4നേക്കാൾ ചെറുതാണ്. 0യുടെ സ്ക്വയർ എന്താണ്? 0 ആണ്, അതെന്താണ്? 4നേക്കാൾ എന്താണ് മക്കളെ? ചെറുതാണ്. 1ന്റെ സ്ക്വയർ എത്രയാണ്? അത് 1 ആണ്,
അതും 4-നേക്കാൾ എന്താണ് ചെറുതാണ്. 2ന്റെ സ്ക്വയർ എന്താണ് മക്കളെ 4 ആണ്. 4 എന്താണ് 4ന് എന്താണ് മക്കളെ ഈക്വൽ ആണ്. അതുകൊണ്ട് എക്സിനോട് ഏതൊക്കെ വാല്യൂസ് വരാം? -2, -1, 0, 1, 2 വരാം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആണ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ ലെറ്റർ ഇൻ ദ വേർഡ് ലോയൽ. ഏതാണ് മക്കളെ? ലോയൽ 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 അല്ലേ? ലോയൽ. ഞാൻ ഇതിന്റെ ആൻസർ എഴുതുകയാണേ. ഡി ഈക്വൽ ടു എന്താണ്? L, O, Y, A, L. ഇങ്ങനെ ഒരു ആൻസർ എഴുതിയാൽ ഇത് ശരിയാണോ? ഈ ഒരു ആൻസർ എന്താണ്ടാ ശരിയല്ല. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരിക്കലും സെറ്റിനകത്ത് എലമെന്റ്സ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. L ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്, L ഓൾറെഡി വന്നിട്ടുണ്ട്, പിന്നെ വീണ്ടും ഞാൻ L എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. സോ ആൻസർ എന്താണ്? റോങ് ആണ്. ഇവിടെ ആൻസർ എന്താണ്? നമ്മൾ ഏതൊരു കൊടുത്താൽ മതി? LOYA വരെ കൊടുത്താൽ മതി. ഇനി വീണ്ടും വേറൊരു ഡൗട്ട് കൂടെ നമ്മുടെ മനസ്സിൽ ഇപ്പം വന്ന് കാണും. സെറ്റിനകത്ത് എഴുതേണ്ട എലമെന്റ്സ് എന്താണ്? സ്മോൾ ലെറ്ററിലല്ല എഴുതേണ്ടത്. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താണ്? ക്വസ്റ്റ്യനിൽ ലോയൽ എന്നത് എന്താണ്? ഒരു ക്യാപിറ്റൽ ഫോം ആണല്ലേ തന്നിട്ടുള്ളത്, ക്യാപിറ്റലിൽ തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പൊ തൽക്കാലത്തേക്ക് നമുക്ക് എന്ത് എഴുതാം? ഇതിനകത്ത് എന്ത് ചെയ്യാം? ക്യാപിറ്റൽ തന്നെ എന്ത് ചെയ്യാൻ എഴുതാം. ഓക്കെ. അപ്പൊ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? എലമെന്റ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ. അപ്പൊ ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ എന്താണ് ഇത്രയും മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കുക. അടുത്ത വരും ക്ലാസ്സുകളിൽ എന്താണ് കുറച്ചും കൂടിയൊക്കെ എന്താണ് ക്വസ്റ്റ്യൻസ് നമ്മൾ കുറച്ചുകൂടെ ഹാർഡായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ചെയ്യുക. അപ്പോൾ വളരെ ശ്രദ്ധിച്ചു, വളരെ എന്താണ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു നോട്ടൊക്കെ എടുത്ത് എഴുതി തുടങ്ങുക. ഒരു പ്രത്യേകിച്ച് ഒരു നോട്ടൊക്കെ എടുത്ത് എന്ത് ചെയ്യുക, എഴുതി തുടങ്ങുക. എൻ്റെ എന്താണ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്താണ് ട്രിവാൻഡ്രം നെടുമങ്ങാട് എൻ്റെ സെൻറ്റർ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് വന്ന് പഠിക്കാവുന്നതാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ എന്താണ് കമൻസ് ആയിട്ട് ഇടുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം എന്ത് ചെയ്യുക, അത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ. ഓരോരുത്തർ രക്ഷപ്പെട്ടു പോട്ടെ, ആരും എന്താണ് എക്സാമിന് തോൽക്കേണ്ട ഒരു അവസ്ഥ വരരുത്. മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം, നല്ല മാർക്ക് വാങ്ങിച്ച് എൻ്റെ കണക്കിൽ പറയുകയാണെങ്കിൽ 60-ന് 60 തന്നെ വാങ്ങിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. അടുത്തൊരു ക്ലാസ്സിൽ മീറ്റ് ചെയ്യുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.